ഇറാനിലെ സംഭവങ്ങൾ കമ്മികൾ പഠിക്കാത്തതും പഠിക്കേണ്ടതും. 1979 ആണ് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. അമേരിക്കയുടെ പപ്പറ്റ് ആയി തലമുറകളായി ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിൻ്റെ കെട്ട ഭരണത്തിനെതിരായിട്ടാണ് അവിടെ റഷ്യൻ പ്ലാൻ പ്രകാരം കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ വിപ്ലവം തുടങ്ങുന്നത്. വിപ്ലവരോഗികളായി കമ്മ്യൂണിസ്റ്റുകൾ വിപ്ലവം ഒക്കെ പ്ലാൻ ചെയ്തു തുടങ്ങുമ്പോഴേക്കും അവരെ ഉപയോഗിച്ച് എങ്ങനെ ഇറാനെ ഇസ്ലാമിക രാജ്യമാക്കാം എന്ന് അവിടുത്തെ ജിഹാദികൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റുകളായി നടിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ആയിരക്കണക്കിന് ജിഹാദികൾ നുഴഞ്ഞു കയറി. ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും രണ്ടാം നിര നേതാക്കന്മാർ മുഴുവൻ ഈ ജിഹാദി കൂട്ടങ്ങൾ തന്നെയാണ്. നിരോധിത സംഘടനയായ സിമി അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു സംഘടനകൾ, നിരോധിച്ചിട്ടുള്ള മറ്റു സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന പലരും ഇപ്പോൾ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രണ്ടാം നിര നേതാക്കളോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന നിലയിലോ ആണ് ഇപ്പോൾ വിരാജിക്കുന്നത്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകളെ ഉപയോഗിച്ച് റഷ്യൻ ആയുധങ്ങൾ കൈക്കലാക്കി അവരുടെ സഹായത്തോടെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചു. എന്നിട്ട് ഭരണം ജിഹാദി നേതാവായ ആയത്തുള്ള ഖൊമേനിയുടെ കരങ്ങളിലേക്ക് എടുത്തങ്ങ് വച്ചുകൊടുത്തു അന്നത്തെ വിപ്ലവ സിംഹങ്ങളായ കമ്മ്യൂണിസ്റ്റുകൾ. അതുവരെ അതിനായി വെള്ളം കോരിയും വിറക് വെട്ടിയും നടന്ന ഇറാനിയൻ കമ്മികൾ വായിൽ തുപ്പലും ഒലിപ്പിച്ച് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങളിൽ നോക്കി ഒലിപ്പിച്ച് നിന്നു. അകലെ നിന്ന് അത് കണ്ടു നിന്നു. അതുകൊണ്ട് തീർന്നോ? ഇല്ല. കമ്മ്യൂണിസ്റ്റുകൾ നിരീശ്വരവാദികൾ ആയിരിക്കണമെന്ന് അവരുടെ മത നേതാവ് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുറാനിൽ ആവട്ടെ നിരീശ്വരവാദികളെ കൊല്ലാനാണ് മുസ്ലിങ്ങളുടെ മത നേതാവ് കൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ജയിച്ച മതക്കാർ തോറ്റ മതക്കാരുടെ പടയാളികളെ പിടിച്ചു കൂട്ടമായി കൊന്നു. അതായത് കമ്മികളെ കൂട്ടമായി അവർ കൊന്നു. ആര് കാരണമാണോ ഖൊമേനിക്ക് ഇറാൻ്റെ ഭരണം കിട്ടിയത്, അതേ മണ്ടന്മാരെ ഇതേ ഖൊമേനി നേരിട്ട് തന്നെ ഹാജരായി തൂക്കിക്കൊന്നു. ഒന്നും രണ്ടും പേരെയല്ല, നൂറുകണക്കിന് കമ്മികളെ, ആയിരക്കണക്കിന് പരട്ട കമ്മികളെ ജയിലിലും അടച്ചു. എന്നിട്ടോ പരസ്യമായി നേതാക്കന്മാരെ റോഡിൽ തൂക്കിക്കൊന്നു. എന്നിട്ടും കമ്മികൾ പഠിച്ചോ? അതൊക്കെ പഠിക്കുവാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ കമ്മിയാകുമായിരുന്നോ എന്നൊരു മറുചോദ്യമുണ്ട്. എന്ത് കാര്യം? ഇവർ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അതേ പാത തന്നെ പിന്തുടരുകയാണ്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഇന്ത്യയിലും ഇവിടെ കേരളത്തിൽ പോലും ചുവന്ന വേഷമണിഞ്ഞ് ഇസ്ലാമിന് വഴിവെട്ടിയും വിറക് കീറിയും ഇപ്പോഴും ഇവർ ജിഹാദിനു വേണ്ടി കളമൊരുക്കി കഴിഞ്ഞുകൂടുകയാണ്.